നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവൻ കമ്പനിയിലെയും ഫാക്ടറിയിലെയും സ്കൂളിലെ കാര്യങ്ങളും പ്ലാന്റേഷൻ ബിസിനസ്സും ഒക്കെ ഒറ്റയ്ക്ക് ഓടി നടന്ന് മാനേജ് ചെയ്തോണ്ടിരുന്നല്ലേ. അത് കേട്ട പെട്ടെന്ന് മറന്നുപോയതുപോലെ എനിക്ക് തോന്നി. ഇതല്ലേ മോനെ, അതെങ്ങനെയാ ഇപ്പൊ മാലാഖയെ കാണുന്നേ? മാലാഖ അങ്ങ് കാട്ടിലല്ലേ, നമ്മൾ അവിടെ നിങ്ങ നാട്ടിലായിട്ട് വന്നില്ലേ? അത് പറ്റില്ല, എനിക്ക് മലയെ കാണണം. എനിക്ക് ഇപ്പൊ തന്നെ കാണണം മുത്തശ്ശി. നമുക്ക് കണ്ടുപിടിക്കാം. മുത്തശ്ശിയെ അന്വേഷിച്ച് കണ്ടുപിടിക്കാം കേട്ടോ. അത് പറ്റില്ല, എനിക്ക് ഇപ്പൊ തന്നെ കാണണം മലകെ. മലകെ വാ, ഏഞ്ചലെ വാ. മലകെ മലയെ കണ്ടു. നീ എന്തായി കാണിച്ചത്? എത്ര ഇമ്പോർട്ടന്റ് ആയ ഫയലാണെന്ന് അറിയോ? എനിക്ക് നാളെ ഓഡിറ്റിന് കൊടുക്കാനുള്ള ഫയലാ. നിനക്ക് ഇത്ര ബോധമില്ലാതായി പോയല്ലോ. അവന്റെ ഒരു കുട്ടിക്കളി നല്ല അടി കിട്ടാത്തതിന്റെ കുറവാ. സുഖമില്ലാത്ത കുട്ടിയാണോ ഇങ്ങനെ ചീത്ത പറയുന്നത്? സുഖമില്ലെങ്കിൽ അടങ്ങിയിരിക്കണം, അല്ല ചാടിക്കളിക്കല്ല വേണ്ടത്. അഹങ്കാരി. എന്റെ എത്ര കാലത്തെ അധ്വാനത്തിന്റെ കണക്കെന്നറിയൂ. മറിയങ്ങോട്ട്. കുട്ടാ, ജാനകി, നീ ചെന്ന് മഹാദേവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ പറഞ്ഞു പോയതായിരിക്കും. അവന് സുഖമില്ലെന്ന് അറിഞ്ഞൂടെ? സിധു പോട്ടെ. നീ പോയി നിന്റെ ഭർത്താവിനെ സമാധാനിപ്പിക്ക. എന്റെ കുട്ടിയെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കൊള്ളാം. ചെല്ലുമോളെ. പോട്ടടാ. വന്നേ ഇങ്ങോട്ട്. നല്ല കുട്ടിയായിട്ട് ഇവിടെ ഇരിക്കേ. കരയാതെ, നല്ല കുട്ടിയല്ലേ, കരയല്ലേ. ഇങ്ങോട്ട് നോക്കി, ഞാനൊരു സാധനം കാണിച്ചു തരട്ടെ. ഇതല്ലേ കുട്ടന്റെ വള? ഇത് വെച്ച് വിളിച്ച മാലാഖ വരുമല്ലോ. ആ, ഇത് വേണോ? വേണം വേണം, എനിക്ക് വേണം. താ മുത്തശ്ശി. അതെ, ആദ്യം കരച്ചിലൊക്കെ മാറ്റി മിടുക്കനാവ്, എന്നാ തരാം. ഇനി മിടിക്കനായല്ലോ. കുട്ടന്റെ അച്ഛൻ ഫയലൊക്കെ നോക്കിക്കൊണ്ടിരുന്നല്ലേ. നല്ല കുട്ടികൾ ഇങ്ങനെയാണോ? മുതിർന്നവരുടെ ജോലിയെ ശല്യപ്പെടുത്താമോ? സോറി മുത്തശ്ശി. മലകി വാ. ഉള്ള ജോലി നഷ്ടപ്പെട്ടില്ലേ? എന്തുകൊണ്ടാ? അവരെ പിണക്കിയിട്ട്. അതല്ലാന്ന് അച്ഛന് പറയാൻ പറ്റൂ? സുലോചനെ, നീ പോവിടുന്ന. അവൾ ആകെ വിഷമത്തിൽ കരഞ്ഞു കിടക്കുമ്പോഴാ ഇങ്ങനെ ഓരോന്ന് പറയുന്നത്. ഗോപിയെ, നീ വാ, നമുക്ക് സ്റ്റേഷനിൽ പരാതി കൊടുക്കാം. ഈ നാട്ടിൽ പാവങ്ങൾക്ക് ജീവിക്കണ്ടേ? വേണ്ട മുത്തശ്ശ, സ്കൂളിലെ ജോലി ഏതായാലും പോയി. ഞാനില്ലെന്നറിഞ്ഞ പിന്നെ അവർ സ്കൂളിൽ ചെല്ലില്ല. പോലീസ് ചെന്ന് പരാതി പിൻവലിച്ചില്ലെങ്കിൽ അവരിനിയും വരും. സ്കൂളിലില്ലാന്ന് കണ്ടാ ഇവിടെ വരും. ഒരു പരാതിയും കൂടി കൊടുത്താ അവർക്ക് വാശി കൂടുകയല്ലേ ഉള്ളൂ. മര്യാദയ്ക്ക് അവര് പറയുന്നത് പോലെ ആ ഭദ്രനെതിരായിട്ടുള്ള പരാതി പിൻവലിക്കുന്നതാ നല്ലത്. അല്ലെങ്കിൽ അവരടങ്ങിയിരിക്കില്ല. ആവശ്യത്തിലധികം ഉണ്ടായിരുന്ന കടങ്ങളൊക്കെ വീടാനായിട്ട് അമ്മയും ഞാനും ശരിക്കും ബുദ്ധിമുട്ടി. എന്തെല്ലാം സഹിച്ചു. ഇപ്പൊ വീട് വിറ്റിട്ടായാലും കടമെല്ലാം തീർത്തില്ലേ. ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാനില്ല. മോളെ, നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ ഞാൻ ഈ പറയുന്നേ. ആകെ ഉണ്ടായിരുന്ന ജോലിയും പോയില്ലേ, ഇനി എന്ത് ചെയ്യും? എല്ലാവർക്കും കൂടി പട്ടിണി കിടന്ന് ചാവാം, അല്ലാണ്ട് പിന്നെ എന്ത് ചെയ്യാന്? പട്ടിണി കിടന്ന് ചത്താലും ആ തൊള്ളയുടെ ഭദ്രന്റെ മുന്നില് തല കുനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ചേച്ചി ഇപ്പോഴെടുത്ത തീരുമാനം ശരി.
ഇപ്പൊ കേസ് പിൻവലിച്ചാ ആ സ്വർണ്ണ തള്ളയുടെയും പിന്നാക്ക മോന്റെയും തെമ്മാടി തരത്തിന് കൂട്ടു നിൽക്കുന്ന പോലെ ആവില്ലേ? സ്കൂളിലെ ജോലി പോകുന്നെങ്കിൽ പോട്ടെ. എന്റെ കഴിവിനും അറിവിനും വേറെ സ്കൂളിലെ ജോലി കിട്ടും. ഈ നിമിഷം മുതൽ ഞാൻ പുതിയ ജോലിക്ക് ശ്രമിക്കും. പക്ഷെ ആ ഭദ്രന്റെ മുന്നിൽ ഞാൻ തോറ്റു കൊടുക്കില്ല. അതെ മോളെ, നിന്റെ തീരുമാനമാണ് ശരി. പക്ഷെ സ്കൂളിൽ കയറി വന്ന് ഇത്തരം കൊള്ളരുതായ്മ ചെയ്തവരെ ശിക്ഷിക്കണ്ടേ? സ്കൂളിലെ പ്രിൻസിപ്പലിന് പരാതി ഉണ്ടെങ്കിൽ അവര് കൊടുക്കട്ടെ. എത്ര നാളും ആത്മാർത്ഥതയോടെ പഠിപ്പിച്ച എന്നെ ഒരു തെറ്റും ചെയ്യാതെ തന്നെ ഒരു അന്വേഷണം പോലും നടത്താതെ പിരിച്ചുവിട്ടില്ലേ മുത്തശ്ശ? ടീച്ചേഴ്സിന്റെയും കുട്ടികളുടെയും മുന്നിൽ വെച്ച് എന്നെ ഡിസ്മിസ് ചെയ്യുന്നു പ്രിൻസിപ്പൽ പറഞ്ഞില്ലേ? അതെനിക്ക് സഹിക്കാൻ പറ്റില്ലേ മുത്തശ്ശ? ഇനി ഞാൻ ആ കുട്ടികളുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഇന്നലെ വരെ ദേവിക ടീച്ചർ എന്ന് പറഞ്ഞ എല്ലാവർക്കും ജീവനായിരുന്നു. ഇന്നിപ്പോ ഞാൻ എന്റെ കുട്ടികളുടെ മുന്നിൽ ഒരു വൃത്തികെട്ട ടീച്ചറായില്ലേ? എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. ചേച്ചി കരയാതെ ചേച്ചി. മോളെ വിഷമിക്കണ്ട, എല്ലാം വിധിയാ. ചേച്ചി ഇതിലും നല്ലതെന്തെങ്കിലും ദൈവം നമുക്ക് വിധിച്ചിട്ടുണ്ടാവും. നേരെ എത്രയെന്നറിയോ? എണീറ്റൊന്ന് ആഹാരം കഴിക്ക്. എനിക്കൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞ പറ്റില്ല. എന്തെങ്കിലും കഴിക്കണം. അത്താഴപ്പട്ടിണി കിടക്കാൻ പറ്റില്ല. നീ ഇതുവരെ എവിടെയായിരുന്നു? ഇങ്ങോട്ട് കണ്ടതേ ഇല്ലല്ലോ. ഓ, ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. പിന്നെ സിദ്ധുവിന് മരുന്ന് കൊടുത്തു. അവനെ ഉറക്കാൻ നോക്കി. ഉറങ്ങണ്ടേ? അവനിപ്പോ പഴയതുപോലൊന്നുമല്ല. വലിയ നിർബന്ധമായിട്ട് വന്നിരിക്കുക. എന്നിട്ട് നീ അവനെ ഒറ്റയ്ക്ക് വിട്ടിട്ടാണോ വന്നത്? അല്ല, അമ്മ അടുത്തുണ്ട്. അമ്മയ്ക്കും വലിയ സങ്കടമായി. എന്ത്, ഞാൻ അവനെ വഴക്ക് പറഞ്ഞതോ? അത് പിന്നെ എത്ര ഇമ്പോർട്ടന്റ് ആയ ഫയലെന്നറിയോ അവൻ ചായ ഒഴിച്ച് നശിപ്പിച്ചത്? ഋഷിയാണെങ്കിൽ അവിടെ റിസോർട്ട് എന്ന് പറഞ്ഞ് നടക്കുക. ഇവിടത്തെ കാര്യങ്ങളൊക്കെ കുഴഞ്ഞു പറഞ്ഞു. ഫാക്ടറിയിലാണെങ്കിൽ യൂണിയൻകാരുടെ പ്രശ്നമാ. അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞുപോയി. അതൊക്കെ ശരിയാ. പക്ഷെ അവന് സുഖമില്ലാത്തതല്ലേ? അവൻ കമ്പനിയിലെയും ഫാക്ടറിയിലെയും സ്കൂളിലെ കാര്യങ്ങളും പ്ലാന്റേഷൻ ബിസിനസ്സും ഒക്കെ ഒറ്റയ്ക്ക് ഓടി നടന്ന് മാനേജ് ചെയ്തോണ്ടിരുന്നല്ലേ? അതൊക്കെ കേട്ട പെട്ടെന്ന് മറന്നുപോയതുപോലെ എനിക്ക് തോന്നി. അവൻ എത്ര നേരം അച്ഛൻ വഴക്കു പറഞ്ഞു എന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്നു. അമ്മ അവനെ സമാധാനിപ്പിച്ചത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.